ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉഴുന്നുവടയും ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് തേങ്ങ, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, ഇത് എല്ലാം കൂടിയിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് വെള്ളവും അതുപോലെ തന്നെ ഒരു തണ്ട് പുതിനയിലയും ചേർത്തിട്ട് അരച്ചെടുക്കുക. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ചട്നിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി വടയിലേക്കുള്ള ഐറ്റംസ് സെറ്റാക്കാം. ചുമന്നുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, അതുപോലെ പച്ചമുളക് റൗണ്ടൻ അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക് കൂട്ടാം. ഇനി ഉഴുന്ന്, പച്ചരി, അതുപോലെ 2 മണി ഉലുവൻ കൂടി കുതിർത്ത് വെച്ചത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഉപ്പ് ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് അരിഞ്ഞു വെച്ച ഐറ്റംസും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിയുടെ മാവ് വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഡ്ഡലി മാവ് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ നുള്ളി ഇട്ടിട്ട് നല്ല മുരുമുരാന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന. ഇത് ചട്നിൻ്റെ കൂട്ടി കഴിക്കാനുള്ള ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എണ്ണയൊക്കെ ധാരാളം കുടിച്ചിട്ടുണ്ടാവും, ഒരു എണ്ണയും കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചട്നിയില്ലേ, അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടി താളിച്ചൊഴിച്ചാൽ ചട്നി റെഡി ആയിട്ടോ. അപ്പോൾ അത്രയുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.